ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, അക്ഷയ് സാർ ആണ്. സോ NMMS എക്സാം നമ്മളെല്ലാവരും ആ ഒരു എക്സാമാണ് ഇപ്പോൾ മുന്നിൽ നമ്മൾ ഈ കാണുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് എക്സാം. സോ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം, ഈ ക്ലാസ് കാണുന്ന മക്കളുടെ എല്ലാവരുടെ ആഗ്രഹം മികച്ച രീതിയിൽ ആ എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളത് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഈ ഒരു ബയോളജിയുടെ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ സാറ്റ് എക്സാമിന് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. അത് തന്നെയാണ് സാറിന് പറയാനുള്ളത്. നമ്മുടെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, അതായത് കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെയാണ്, പ്രത്യേകിച്ച് സെൽ തിയറി, കോശ സിദ്ധാന്തം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കണം ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരെയും ഒന്നുകൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സെൽ ബയോളജി എന്ന് പറയുന്ന ടേം എന്താണ് എന്നുള്ളതാണ്. ഓർത്തു വെക്കണേ, സെൽ ബയോളജി എന്ന് പറയുന്ന ടേം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കണം. മലയാളത്തിൽ കോശവിജ്ഞാനീയം എന്നാണ് പറയാറ് കേട്ടോ. കോശവിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ അത് ആദ്യമേ അങ്ങ് പഠിച്ചു വെക്കുക. കോശത്തെക്കുറിച്ചുള്ള പഠനശാഖ, കോശങ്ങളെ കുറിച്ചുള്ള പഠനശാഖയെയാണ് നമ്മൾ കോശവിജ്ഞാനീയം അഥവാ സെൽ ബയോളജി എന്ന് പറയുന്നത്. സെറ്റാണേ, സ്റ്റഡി ഓഫ് സെൽസ്. ഓർത്തു വെക്കണേ, സ്റ്റഡി ഓഫ് സെൽസ്. അപ്പൊ സ്റ്റഡി ഓഫ് സെൽസ് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ സ്ട്രക്ചർ, സെല്ലിന്റെ അതുപോലെ തന്നെ ഫങ്ഷൻസ്, ഇതൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുന്നു. സെല്ലിന്റെ ജനറ്റിക്സ്, എല്ലാ കാര്യങ്ങളും പൊതുവെ നമ്മൾ സെൽ ബയോളജി എന്ന ടേമിലാണ് പറയാ. അപ്പൊ ഒന്നാമത്തെ കാര്യം പിടികിട്ടി, സെല്ലുകളെ കുറിച്ചുള്ള പഠനത്തെ സെൽ ബയോളജി, കോശവിജ്ഞാനീയം, കോശത്തെക്കുറിച്ചുള്ള പഠനം. ഇത് നിങ്ങൾ കൃത്യമായി ആലോചിച്ചു വെക്കണം. പിന്നീട് കോശത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് കോശത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെല്ലിന്റെ ഡിസ്കവറി. അപ്പൊ സെല്ലിന്റെ ഡിസ്കവറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് റോബർട്ട് ഹുക്കാണ്. എന്താണ്? ഹുക്ക്. കൊളുത്തിപ്പിടിക്കണം, നമ്മുടെ ബ്രെയിനിൽ കൊളുത്തിപ്പിടിക്കണം. റോബർട്ട് ഹുക്ക്, കൃത്യമായി കൊളുത്തണം. റോബർട്ട് ഹുക്ക്, ഇദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ ഓർത്തു വെക്കണ്ടേ. കോശത്തെ കണ്ടെത്തിയത്, കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. ഡിസ്കവറി ഓഫ് ദി സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട റോബർട്ട് ഹുക്ക്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം കോർക്ക് കഷ്ണമാണ് നിരീക്ഷിച്ചത്. മരത്തിന്റെ പുറന്തലിയുടെ ഭാഗമായ കോർക്ക്, അതാണ് നിരീക്ഷിച്ചത്, കോർക്ക്. അപ്പൊ അദ്ദേഹം നിരീക്ഷിച്ച സാധനം എന്താണ്? കോർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കോർക്കിനെയാണ് റോബർട്ട് ഹുക്ക് നിരീക്ഷിച്ചത്. യഥാർത്ഥത്തിൽ റോബർട്ട് ഹുക്ക് പലവിധமான സാധനങ്ങളെയും അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് ക്യൂരിയസ് ആണ്. അതുകൊണ്ട് തന്നെ പലവിധ വസ്തുക്കളെ അദ്ദേഹം നിരീക്ഷിച്ചു. നമ്മുടെ മുടി നിരീക്ഷിച്ചു, പിന്നെ അതുപോലെ തന്നെ പല മാൻമെയ്ഡ് ഒബ്ജക്ട്സ്, നീഡിൽസ്, പിന്നെ എന്താ പറയാ, പ്രാണികളുടെ കാലുകൾ, അതിന്റെ ജോയിന്റുകൾ, അങ്ങനെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിരീക്ഷിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹം കോർക്ക് കഷ്ണം, കോർക്ക്, മരത്തിന്റെ ഈ കോർക്കിനെയും അദ്ദേഹം നിരീക്ഷിച്ചു. കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെ കോർക്കിനെ നിരീക്ഷിച്ചത് 17-ാം നൂറ്റാണ്ടിലായിരുന്നു. കൃത്യമായി വർഷത്തിലേക്ക് കണക്ക് പറയുകയാണെങ്കിൽ 1665 കോർക്ക് കഷ്ണത്തെ ഇദ്ദേഹം നിരീക്ഷിക്കുന്നത്. അങ്ങനെ കോർക്ക് കഷ്ണത്തെ നിരീക്ഷിച്ചപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ ചെറിയ ചെറിയ പെട്ടികൾ പോലെ അറകളെ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികളെ പോലെ ഇതുപോലുള്ള ഘടന അദ്ദേഹം കണ്ടെത്തി. ചെറിയ ചെറിയ പെട്ടികൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. ബോക്സ് ലൈക്ക് സ്ട്രക്ചർ. അത് ഒന്നോ രണ്ടോ ആയിരുന്നില്ല, മറിച്ച് 10,000-കണക്കിന് പെട്ടികളെ അദ്ദേഹം കണ്ടെത്തി. ഈ കുഞ്ഞു കുഞ്ഞു മുറികൾക്ക് സമാനമായ ഈ ബോക്സുകളെ അദ്ദേഹം സെല്ല് എന്ന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ സെല്ല് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ലാറ്റിൻ പദമാണ്. ഓക്കെ, അതൊരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം കുഞ്ഞു മുറി എന്നുള്ളതാണ്. എ ലിറ്റിൽ റൂം. അപ്പൊ ലാറ്റിൻ വാക്കിൽ എ ലിറ്റിൽ റൂം എന്നതിനെ സമാനമാവുന്ന ഒരു കുഞ്ഞു മുറി, ചെറിയ റൂം, ചെറിയ മുറി എന്നുള്ള അർത്ഥത്തിൽ എ ലിറ്റിൽ റൂം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമാണ് സെല്ല്. അങ്ങനെയാണ് സെല്ലുകൾ
കോശങ്ങൾ എന്ന പേര് ചേംബേഴ്സ് അല്ലെങ്കിൽ അറകൾക്ക് അദ്ദേഹം കൊടുത്തത്. അപ്പോൾ സെൽ എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക്. നോക്കണം, കോശം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് റോബർട്ട് ഹുക്ക്. ആദ്യത്തെ കോശത്തെ കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കോർക്ക് സെൽ എന്ന് പറയുന്നത് നിർജീവമായ കോശമാണ്. അതൊരിക്കലും ജീവനുള്ള സെല്ലായിരുന്നില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. റോബർട്ട് ഹുക്ക് ഇവിടെ കണ്ടെത്തിയ സെല്ല് എന്ന് പറയുന്നത് ഡെഡ് സെല്ലാണ്, അത് നിർജീവമായ കോശങ്ങളായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഈ കഥ നടക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണെന്ന കാര്യവും ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. മൈക്രോഗ്രാഫിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളെല്ലാം അവിടെ ലേഖനം ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോസ്കോപ്പ്, അദ്ദേഹം ഉപയോഗിച്ച മൈക്രോസ്കോപ്പിന്റെ ഘടനയും അദ്ദേഹം കണ്ട ഈ ബോക്സ് ലൈക്ക് സ്ട്രക്ചറും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം മൈക്രോഗ്രാഫിയയിൽ വ്യക്തമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നിങ്ങളിവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്ലിയർ അല്ലേ? കോശത്തെക്കുറിച്ചുള്ള പഠനം അത് സെൽ ബയോളജി, കോശവിജ്ഞാനീയം എന്നതാകുന്നു. അങ്ങനെയാണെങ്കിൽ പിൽക്കാലത്ത് ആന്റോൺ വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്ന ഒരു ഡച്ച് സയന്റിസ്റ്റ്, ആന്റോൺ വാൻ ലീവൻഹുക്ക് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം കെട്ടിക്കിടക്കുന്ന വെള്ളം നിരീക്ഷിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം, പോണ്ട് വാട്ടർ, സ്റ്റാഗ്നന്റ് വാട്ടർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ആന്റോൺ വാൻ ലീവൻഹുക്കിന്റെ പ്രത്യേകത, അദ്ദേഹം കുറച്ചുകൂടി മെച്ചപ്പെട്ട ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൈക്രോസ്കോപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റോബർട്ട് ഹുക്കിന്റെ മൈക്രോസ്കോപ്പിനേക്കാളും മികച്ച മൈക്രോസ്കോപ്പ്, കുറച്ചുകൂടി കൂടിയ മാഗ്നിഫിക്കേഷൻ ഉള്ള മൈക്രോസ്കോപ്പ് ആന്റോൺ വാൻ ലീവൻഹുക്കിന്റെ കയ്യിലുണ്ട്. ആ ആന്റോൺ വാൻ ലീവൻഹുക്കിന്റെ ബെറ്റർ മൈക്രോസ്കോപ്പ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുളത്തിലെ വെള്ളത്തെ നിരീക്ഷിച്ചു. കുളത്തിലെ, കെട്ടിക്കിടക്കുന്ന കുളത്തിലെ ജലമെടുത്ത്, പോണ്ട് വാട്ടർ എടുത്ത് നിരീക്ഷിച്ചപ്പോൾ ഒരുപാട് സൂക്ഷ്മാണുക്കളെ, സൂക്ഷ്മജീവികളെ അദ്ദേഹം കണ്ടെത്തി. ഒരുപാട് വളരെ ചെറിയ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെ കണ്ടെത്തി. ഈ സൂക്ഷ്മജീവികള് അത് വെറുതെ നിൽക്കുകയായിരുന്നില്ല. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച സാഹചര്യത്തിൽ ഈ സൂക്ഷ്മാണുക്കൾ ഇങ്ങനെ ചലിക്കുന്നതായി അദ്ദേഹം കണ്ടു. പ്രോട്ടോസോവകൾ, ബാക്ടീരിയകൾ പോലുള്ള ഇത്തരം സൂക്ഷ്മജീവികളെ അദ്ദേഹം അന്ന് വിളിച്ച പേര് ആനിമൽക്യൂൾസ് എന്നായിരുന്നു. ആനിമൽക്യൂൾസ് എന്ന പേരിൽ അദ്ദേഹം വിളിച്ചു. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കണം, റോബർട്ട് ഹുക്ക് കണ്ടെത്തിയ കോശം ഡെഡ് സെല്ലായിരുന്നു, നിർജീവമായിരുന്ന കോശമായിരുന്നു. എന്നാൽ ഇവിടെ ലിവിങ് സെല്ല്, ആദ്യമായി ജീവനുള്ള കോശങ്ങളെ നിരീക്ഷിച്ച വ്യക്തിത്വം ആന്റോൺ വാൻ ലീവൻഹുക്ക് ആയിരുന്നു എന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അപ്പൊ ലിവിങ് സെല്ലിനെ കണ്ടെത്തിയത്, ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത്, നിരീക്ഷിച്ചത് ആന്റോൺ വാൻ ലീവൻഹുക്ക്. എന്നാൽ കോശത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ, ഹു ഡിസ്കവേർഡ് സെല്ല്, ആരാണ് കോശത്തെ കണ്ടെത്തിയത് എന്നൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ ഉത്തരം റോബർട്ട് ഹുക്കാണ്. പക്ഷെ പറയാതെ പറയുന്ന ഒരു കാര്യം, റോബർട്ട് ഹുക്ക് അന്ന് കണ്ടെത്തിയ കോശം, അന്ന് കണ്ടെത്തിയ സെല്ല് അത് ഡെഡ് സെല്ലായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം. മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, പരീക്ഷയിൽ ചോദ്യങ്ങളായി വരുമ്പോൾ ഇതിനുള്ള ഉത്തരവും നിങ്ങൾ കൃത്യമായി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി എന്ന് പറയുന്ന ഒരു സെഷൻ. അപ്പോൾ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സെല്ലിന്റെ ഡിസ്കവറി, കോശത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് കുറച്ച് ജർമ്മൻ സയന്റിസ്റ്റുകൾ വന്നു. അതിലൊന്നാമൻ ഈ കാണുന്ന ആളാണ് മാത്തിയസ് ജേക്കബ് ഷ്ലീഡൻ അഥവാ MJ ഷ്ലീഡൻ. MJ ഷ്ലീഡൻ പറഞ്ഞത് എന്താണെന്നറിയോ? നോക്കിക്കേ, എല്ലാ പ്ലാന്റ്സും, എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇപ്പൊ ഏതൊരു പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അനേക ലക്ഷം പ്ലാന്റ് സെല്ലുകൾ
സസ്യകോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് സസ്യ ശരീരം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. അദ്ദേഹമാണ് MJ ഷ്ലീഡൻ, മത്തിയസ് ജേക്കബ് ഷ്ലീഡൻ. വർഷം 1838. തൊട്ടടുത്ത വർഷം 1839 സുവോളജിസ്റ്റായ അദ്ദേഹം ജർമ്മൻകാരനാണ് തിയോഡർ ഷ്വാൻ പറയുകയാണ്, എല്ലാ ആനിമൽ ബോഡിയും, എല്ലാ ജന്തു ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ ആനിമൽസിന്റെ ബോഡിയിലും സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്കവേർഡ് ദാറ്റ് ആനിമൽസ് ആർ കമ്പോസ്റ്റ് ഓർ മെയ്ഡ് ഓഫ് സെൽ. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് ആരാണ്? ഷ്വാനാണ്, തിയോഡർ ഷ്വാൻ. ഇത് ഏതെങ്കിലും രീതിയിൽ കോഡുകൾ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ പഠിച്ചിരിക്കണം. തിയോഡർ ഷ്വാന് ജന്തുവിന്റെ കാര്യമാണ് പറഞ്ഞത്. പറഞ്ഞിരിക്കുന്നത്. MJ ഷ്ലീഡൻ സസ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പൊ MJ ഷ്ലീഡൻ, മാത്യൂസ് ജേക്കബ് ഷ്ലീഡൻ പറഞ്ഞത് പ്ലാന്റ്സിന്റെ കാര്യമാണ്. തിയോഡർ ഷ്വാൻ പറഞ്ഞത് ആനിമൽസിന്റെ കാര്യമാണ്. ഇതെങ്ങനെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം? എന്തെങ്കിലും തരത്തിലുള്ള കോഡ് നിങ്ങൾ അവിടെ രൂപപ്പെടുത്തണം. സിമ്പിൾ ആയിട്ടൊരു കോഡ് ഇപ്പൊ നമുക്ക് വെറുതെ പറയുകയാണെങ്കിൽ TSA എന്നൊരു കോഡ് ഞാൻ അവിടെ കൊടുക്കുന്നു. TSA ഏതെങ്കിലും ഒന്നും പഠിച്ചത്? TSA എന്താ? TSA തിയോഡർ ഷ്വാൻ ആനിമൽ സെല്ലിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തിയോഡർ ഷ്വാൻ TSA എന്തെങ്കിലും ആലോചിച്ച് വെക്കാം. ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ. TSA തിയോഡർ ഷ്വാൻ പറഞ്ഞിരിക്കുന്നത് ആനിമലിന്റെ കാര്യമാണ് എന്ന് ആലോചിച്ചാൽ മതി. ശരി, അങ്ങനെ ഇവർ രണ്ടുപേര് പറഞ്ഞ കാര്യം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അദ്ദേഹം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ, MJ ഷ്ലീഡൻ പറഞ്ഞ കാര്യവും തിയോഡർ ഷ്വാൻ പറഞ്ഞ കാര്യവും ഉൾപ്പെടുത്തിക്കൊണ്ട് കോശ സിദ്ധാന്തത്തെ, സെൽ തിയറിയെ രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പൊ സെൽ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? സെൽ തിയറിയിൽ പറയുന്ന കാര്യം, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. അത് ഒന്നിലധികമോ കോശങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ബാക്ടീരിയകളുടെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു സെല്ല്, ഒരു കോശം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. അത് അതിലധികമോ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നതായിരുന്നു ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. All organisms are made of one or more cells. രണ്ടാമത് പറഞ്ഞത്, എന്താണ് ഈ സെല്ല്? ഏതൊരു ജീവിയുടെയും ഏതൊരു ജീവജാലത്തിന്റെയും അടിസ്ഥാന ഘടകം, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, ജീവന്റെ തന്നെ അടിസ്ഥാന ഘടകം സെല്ല് എന്നതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്. ശരി, അപ്പൊ ഇത്രയായിരുന്നു ആദ്യം ഉണ്ടായ സംഗതി. പിൽക്കാലത്ത് ഇതില് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തു, റിവൈസ് ചെയ്തു. ഒന്നുകൂടി ഈ കോശ സിദ്ധാന്തം, സെൽ തിയറി റിവൈസ് ചെയ്തു. മറ്റാരുമല്ല, 1855 റൂഡോൾഫ് വെർഷോ എന്ന മറ്റൊരു ജർമ്മൻ വ്യക്തിത്വം. അപ്പൊ റൂഡോൾഫ് വെർഷോ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം പറഞ്ഞു, ഒരു സെല്ല് ഉണ്ടാവണമെങ്കിൽ അത് പൊട്ടിമുളക്കില്ല, മറിച്ച് മറ്റൊരു സെല്ലിന് വിഭജനം സംഭവിച്ച്, ഡിവിഷൻ സംഭവിച്ചാണ് പുതിയ സെൽ ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒംനിസ് സെല്ലുല ഈ സെല്ലുല എന്ന് പറഞ്ഞു. ഒംനിസ് സെല്ലുല ഈ സെല്ലുല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഓംനിസ് സെല്ലുല ഈ സെല്ലുല? ഓൾ സെൽസ് അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന, മുന്നേ നിലനിന്നിരുന്ന സെല്ലിൽ നിന്ന് മാത്രമേ പുതിയ സെൽ ഉണ്ടാവുന്നുള്ളൂ. നത്തിങ്ങിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയൊരു സെല്ല് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് റൂഡോൾഫ് വെർഷോ. നോക്കിക്കേ, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു എന്ന ആശയം പറഞ്ഞത് റൂഡോൾഫ് വെർഷോ ആണ്. കൺസെപ്റ്റ് ദാറ്റ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ, അത് പറഞ്ഞത് റൂഡോൾഫ് വെർഷോ. അപ്പൊ ഈ വാലിഡ് പോയിന്റ്
നമ്മുടെ സെൽ തിയറിയിൽ ആഡ് ചെയ്ത് മൂന്നാമത്തെ പോയിന്റ്, ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്, അല്ലാതെ ഒന്നുമില്ലായ്മയിൽ കോശമുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞത് റുഡോൾഫ് വെർച്ചോ. അങ്ങനെ സെൽ തിയറി കംപ്ലീറ്റഡ് ആയി. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം. NMS എക്സാം, സാറ്റ് എക്സാമിലെ ബയോളജി സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ കവർ ചെയ്തത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഹു ഡിസ്കവേർഡ് സെൽസ് ഫോർ ദി ഫസ്റ്റ് ടൈം? ആദ്യത്തെ തവണ സെല്ലിനെ കണ്ടെത്തിയത്, അത് ഡെഡോ ലിവിങ്ങോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക്. കൊളുത്തി പിടിക്കണം. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ഡിഡ് റോബർട്ട് ഹുക്ക് ഫസ്റ്റ് ഒബ്സർവ് അണ്ടർ ദ മൈക്രോസ്കോപ്പ്? അദ്ദേഹത്തിന്റെ മൈക്രോസ്കോപ്പിൽ അദ്ദേഹം നിരീക്ഷിച്ച സെല്ല് എന്തായിരുന്നു? നമുക്കറിയാം, കോർക്ക് കഷ്ണമായിരുന്നു, കോർക്ക് സെല്ലായിരുന്നു. അപ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ വിച്ച് ഇയർ ഡിഡ് തിയോഡർ ഷ്വാൻ സ്റ്റേറ്റ് ദാറ്റ് ഓൾ ആനിമൽസ് ആർ മെയ്ഡ് ഓഫ് സെൽ? വർഷം 1839 ആയിരുന്നു അല്ലേ? 38 MJ ശ്ലീഡൻ പ്ലാന്റ് സെല്ലിന്റെ കാര്യം പറഞ്ഞത് 38 39 ആനിമൽ സെൽ, ജന്തുക്കളുടെ കാര്യം 39 പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ തിയോഡർ ഷ്വാൻ ആയിരുന്നു. ഓക്കെ, റെഡി അല്ലേ കുട്ടികളെ? അടുത്ത ചോദ്യം, ഹു ഡിസ്കവേർഡ് ദാറ്റ് ഓൾ ആനിമൽസ് ആർ മെയ്ഡ് ഓഫ് സെൽ? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത്. കോശങ്ങളാൽ നിർമ്മിതമാണ് ആനിമൽസ്. TSA ആനിമൽസ് എന്ന് പറയുമ്പോൾ തിയോഡർ ഷ്വാൻ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിച്ച് ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സെൽസ്? കോശങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സെൽ ബയോളജി. കോശവിജ്ഞാനീയമാണെന്ന് ഓർത്തു വെക്കുക. സെൽ ബയോളജി. അടുത്ത ചോദ്യമില്ല, കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത പല ഭാഗങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ തരാം, ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പറയണം. നമ്മൾ ഇതുവരെ ക്വസ്റ്റ്യനിലെ ആനിമൽ സെല്ലിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, പ്ലാന്റ് ബോഡി സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് പറഞ്ഞതാരാ? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് ആര്? സസ്യശരീരം, ഇതിന്റെ ഉത്തരം നിങ്ങൾ കൃത്യമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് ആര്? കമന്റ് ചെയ്യൂ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. ബൈ.